ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇത് നല്ലൊരു മടി പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം വിചാരിച്ച എന്തായാലും മടിയിൽ വ്ളോഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങിയതായിരുന്നു. എവിടേക്കാണ് തുടങ്ങിയത്, എവിടെയാണ് അവസാനിച്ചതെന്ന് എനിക്കൊരു പിടുത്തമില്ല. അപ്പോൾ അതേ രാവിലെ തന്നെ എണീച്ച് ചായയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ പത്തിരി ഒന്നും ചുടാൻ കഴിയാത്തത് കൊണ്ട് മടിയായത് കൊണ്ട് തന്നെ നീർദോശമാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് പത്തിരിപ്പൊടിയൊക്കെ എടുത്തിട്ട് അരിയൊക്കെ അരച്ച് വെക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. തേങ്ങ ചിരക്കിയത് ഞാൻ മാവ് അരിക്കുന്ന സമയത്ത് അതിലും കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ പത്തിരി പരത്തി വെച്ചതുണ്ടായിരുന്നു. അത് ചുട്ടൊക്കെ കാക്കാനെ ജോലിക്കൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന നീർദോശ ആദ്യമൊന്നും നന്നാവലുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഷാൻജിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ടല്ലോ, അപ്പോൾ ആ ചാനലിൽ പോയിട്ട് ഞാൻ കണ്ടതിന് ശേഷമാണ് നീർദോശയൊക്കെ അത്യാവശ്യം നന്നാവൽ തുടങ്ങിയത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റൂമിൽ പോയിട്ട് അവിടെ മക്കളുടെ ടേബിൾ മേലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് പെറുക്കി വെക്കാനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഒരാൾ മദ്രസ പോയി, രണ്ടാമത്തെ ആളെ മദ്രസ പോകാനൊക്കെ വിളിച്ചുകൊണ്ടെത്തുകയാണ്. ഓളെ എണീപ്പിച്ച് ഓളെയും കുളിക്കാനൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതേ മോനും കിടന്നുറങ്ങാണ് കേട്ടോ. ഓൻ എണീച്ചിട്ടില്ല. ഓനൊരു 9-9:30 ആ ഒരു സമയത്താണ് ഓൻ എണീക്കുക. അവരെയൊക്കെ നോക്കി വരും. പിന്നെ ഞാൻ ദോശ ചുടും. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ പരിപാടികളൊക്കെ നടക്കും ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ കൂടി. ദോശ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറൊക്കെ സെറ്റാക്കുന്നുണ്ട്. ചില ദിവസം ചോറും കറിയും ഒക്കെ കൊടുത്തയക്കും, ചില ദിവസം ചോറ് മാത്രമാണ് കൊടുത്തയക്കൽ. ചിലപ്പോൾ സോയാബീൻ പൊരിച്ചതോ ഉരുളക്കിഴങ്ങ് പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കൊടുത്തയക്കലാണ്. അപ്പോൾ അതേ വെള്ളമൊക്കെ റെഡിയായി വന്നപ്പോൾ ഞാൻ അരിയും അതിലേക്ക് ഇട്ടും കഴിഞ്ഞിട്ട് ഞാൻ വേറോരോരോ പണിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേ ഈ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വിചാരിക്കുന്നുണ്ട്. രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ച് വരലാണ്. അപ്പോൾ അതേ അരിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അന്നപ്പോൾക്ക് ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ചെണ്ണമൊക്കെ അടി പിടിച്ചിട്ടുണ്ട്. റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കലാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ബീഫ് കറിയും വെച്ചിട്ടുണ്ട്, ചേന ഉപ്പേരിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ ഇത്രയും കൂടിയിട്ട് പൂനൂരെത്തിയിട്ടുണ്ട്. പൂനൂരെത്തി നേരെ പോയത് മോൻ്റെ ഷോപ്പിലേക്കാണ്. ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. എനിക്ക് മക്കൾക്ക് സ്നാക്സിനുള്ളതും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാനോളും അവിടെ നിന്ന് തിരിച്ചിറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങ് പോരുകയാണ്. പിന്നെ നമ്മൾ ജനിച്ച് വളർന്ന നാടായത് കൊണ്ട് തന്നെ ആയിരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരോടൊക്കെ കുറച്ചിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 2:30-3 മണിയായ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടോ വാങ്ങിയ സാധനങ്ങൾ. പിന്നെ ഇതേ വൈകുന്നേരം ഇവിടെ എത്തിക്കഴിഞ്ഞ് എനിക്ക് അർജൻറ്റായിട്ട് ഒരു ഫ്രൈഡ് റൈസ് അടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ച് പിന്നെ ഇതേ ഇസുവിന് ചോളം വേണമെന്ന് പറഞ്ഞിട്ട് ചോളമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് ശേഷമൊക്കെയാണ് മക്കൾ സ്കൂളിട്ട് വന്നത്. നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ.